ഹലോ ഫ്രണ്ട്സ്, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാർക്കലിയും കിഷോറും തമ്മിലുള്ള സംസാരമാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അങ്ങനെ അനാർക്കലി തൻ്റെ വശത്തേക്ക് കിഷോറിനെ കൂട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിഷോറാണെങ്കിലും പറയുന്നുണ്ട്, ഓക്കെയാണ്, ഞാൻ എല്ലാവരുമായിട്ടും പരീക്ഷണങ്ങൾക്ക് നിന്നതാണ്, അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ നിൽക്കണതിന് വലിയ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനാർക്കലിയുടെ സൈഡ് നമ്മുടെ കിഷോറും കൂടി ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ രാത്രി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് രാധികാമ്മയും വരുണും ആയിരിക്കും. അവർ കാറിൽ നിന്ന് ഇറങ്ങി പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ ഭദ്രന്. ശേഷം ഭദ്രൻ ആ പൈസ നോക്കുമ്പോൾ എന്നിട്ട് മൊബൈലും കൊടുക്കുന്നുണ്ട് കേട്ടോ വരുണിൻ്റെ കയ്യിൽ. വരുൺ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഭദ്രൻ പൈസ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ പേപ്പറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ കള്ളത്തരം മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്നെ പറ്റിക്കാന്ന് നോക്കണ്ടെന്ന് പറഞ്ഞ് മൊബൈലിന് പിടിച്ചുപറിയാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മൊബൈൽ വാങ്ങിയിട്ട് പറയും, നിങ്ങൾ എന്നെ അങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട, അമ്മയും അവനും എന്നെ പറ്റിച്ചിട്ട് അവിടുന്ന് പോവാമെന്ന് വിചാരിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ രാധികാമ്മ ഒരു കത്തിയെടുത്ത് നമ്മുടെ ഭദ്രനെ കുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. രാധികാമ്മ കുത്തിയത് പോരാണ്ട് വരുണും 2-3 തവണ വന്ന് കുത്തി ശരിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അനാർക്കലി വീഡിയോ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊന്നും അവരറിയുന്നുണ്ടാവില്ല കേട്ടോ. ശേഷം രാധികാമ്മ പറയാണ്, ഒരു കുഴി എടുക്കുക ഇവരെ കുഴിച്ചിടാനെന്ന് പറഞ്ഞ് മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അതായത് വരുൺ കൈക്കോട്ടും കൊണ്ട് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും രാധികാമ്മ അവിടെ അനാർക്കലി വരുന്നത് കാണുന്നത് കേട്ടോ. അനാർക്കലി കണ്ടതും നമ്മുടെ രാധികാമ്മ ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, വേറെ വഴിയില്ലാണ്ട് ചെയ്തു പോയതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, എന്നാലും നീ ഇങ്ങനെ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ പറയാൻ കേട്ടോ, വേറെ വഴിയില്ലായിരുന്നു, എൻ്റെ ഗതികോട് കൊണ്ട് ഞാൻ ചെയ്തതാണ്, നീ ഇവിടെ നടന്നത് ആരെടുത്തും പറയരുത് എന്നൊക്കെ ഇങ്ങനെ ആജ്ഞാപിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വരുൺ പറയുന്നുണ്ട്, അമ്മ എന്തിനാ അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ആജ്ഞാപിക്കാൻ നിൽക്കണത്, ഇവരെ കൂടി കൊന്നു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ അനാർക്കലിയെ കൊല്ലാനായിട്ട് കൈക്കോട്ടും കൊണ്ട് വരികയാണ് കേട്ടോ വരുൺ. ഈ സമയം നമ്മുടെ അനാർക്കലി ഒരു തോക്ക് ചൂണ്ടി വരുണിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, ക്ഷമിക്ക് വരുൺ, അറിയാണ്ട് ചെയ്തതാ, നീ ക്ഷമിക്കണം, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. ശേഷം നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, നിൽക്കുക, ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബോഡി മറവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വരുണിൻ്റെ അടുത്ത് പറയും, കുറച്ച് പഴംതുണി എടുത്തിട്ട് ആ ശവം പൊതിയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ആ പൊതിയണതും കൂടി നമ്മുടെ അനാർക്കലി വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു ആണെങ്കിൽ ഭദ്രനെ ട്രൈ ചെയ്യുന്നുണ്ട്, ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇത്ര നേരം റിങ് ചെയ്താണ്, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെന്തായിരിക്കും എന്നാലും പറഞ്ഞുണ്ടാവുക, അച്ഛനെ കിട്ടുന്നില്ല, അച്ഛൻ വന്നാലല്ലേ എന്തെങ്കിലും നമുക്ക് രഹസ്യങ്ങൾ അനാർക്കലിയും രാധികാമ്മയും തമ്മിലുള്ള എന്താണ് സംസാരിച്ചത് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അവരെ വരുണിനെ രാധികാമ്മേനെയും കാണാനില്ല, ഇത്രയും നേരമായില്ലേ, സന്ധ്യയ്ക്ക് പോയതാണ്, അവർ രണ്ടുപേരും ഈ നേരമായിട്ടും കാണാനില്ല, എല്ലാവരും കഴിച്ചു കിടന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ തലയിൽ കയറില്ല, അവർ എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കിപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, നമുക്ക് വഴി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ വീട്ടിൽ അമ്മേനെ വിളിച്ചു നോക്കിയാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, വേണ്ട, ഇപ്പം അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും, പിന്നെ അറിയാണ്ട് പറയേണ്ടി വരും നമ്മുടെ കാര്യങ്ങളൊക്കെ, പ്ലാനും കാര്യങ്ങളൊക്കെ, അതിപ്പോൾ എന്തായാലും വിളിക്കണ്ട, അച്ഛനിപ്പോൾ വെള്ളം ഒടിച്ചിട്ട് എവിടെയെങ്കിലും സൈഡായിട്ടുണ്ടാവും, നമുക്ക് നാളെ എന്തായാലും വിളിക്കാമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും അറിയാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരാനാന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അത് പേടിക്കണ്ട, കള്ളക്കണ്ണനെ ഉറക്കണ കാര്യം ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നാളത്തോടെ നോക്കുന്നുണ്ട്, ആണോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.